ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ജന്മാഷ്ടമി ആശംസകൾ നേരുന്നു. കൃഷ്ണാസ് സ്റ്റോറി ടൈം എന്ന ഈ ചാനലിനെ ഇന്നേക്ക് 1 വർഷം പൂർത്തിയായി. കഴിഞ്ഞ ജന്മാഷ്ടമി നാളിലാണ് കൃഷ്ണാസ് സ്റ്റോറി ടൈം എന്ന ഈ ചാനൽ തുടങ്ങി വെച്ചത്. ഇംഗ്ലീഷ് ഡേറ്റ് പ്രകാരം സെപ്റ്റംബർ 3-നാണ് നമുക്ക് 1 വർഷം പൂർത്തിയാകുന്നത് ഈ ചാനലിന്. എന്നിട്ടും ഇതുവരേക്കും നമുക്ക് വേണ്ടത്ര സബ്സ്ക്രൈബേഴ്സും വാച്ച് ടൈമും പൂർത്തിയായിട്ടില്ല എന്നതാണ് വസ്തുത. വീഡിയോ കേൾക്കുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കേൾക്കുക. കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. പ്രിയപ്പെട്ടവർക്കായി ഷെയറും ചെയ്യുക. പകുതിയിലേറെ പേരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണായനം കഥയിലേക്ക് കിടക്കട്ടെ. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. സത്രാജിത്തിൻ്റെ വധം. കേശവന് 27 വയസ്സായി. മാധവൻ്റെ 27-ാം ജന്മദിനം ദ്വാരകാനിവാസികൾ ആഘോഷപൂർവ്വം കൊണ്ടാടി. തെരുവുകൾ നൃത്തവേദികളായി. മാധവൻ്റെ നാമങ്ങൾ ചേർത്ത് ഗാനമുണ്ടാക്കി അവർ പാടി നടന്നു. ദേവലോകത്തും മാധവൻ്റെ പിറന്നാൾ ആഘോഷിച്ചു. ദേവകാര്യത്തിനായി മഞ്ഞിലെത്തിയ വിണ്ണിൻ്റെ നായകനെ ദേവകൾ അനുമോദിച്ചു. സ്വർലോക സുന്ദരികൾ പാട്ടുപാടി നൃത്തം ചെയ്തു. രാധാമാധവ രാസലീല സുധർമ്മയിൽ അരങ്ങേറി. രാസക്രീഡയിൽ ഒളിഞ്ഞിരിക്കുന്ന ഭൗതിക ഗഹനതയിൽ മഹർഷിമാർ അത്ഭുതപ്പെട്ടു. അവർ കൃഷ്ണായനം പാടിപ്പാടി കൈലാസത്തിലും ബ്രഹ്മലോകത്തിലും എത്തി. വരിനെല്ലിൻ്റെ പൊൻകതിർ ചുണ്ടിലൊതുക്കിയ പൂങ്കിളികൾ കൃഷ്ണായനം പാടി നടന്നു. ഹിമതടം മുതൽ സാഗരതീരം വരെ കേശവൻ്റെ കഥകളെത്തി. ആരുടെ ചുണ്ടിലും മാധവൻ്റെ കർമ്മങ്ങൾ കഥകളായി തങ്ങി നിന്നു. കൃഷ്ണനു ചുറ്റും അത്ഭുതത്തിൻ്റെ പരിവേഷം വട്ടമിട്ടു. ഉദ്ധവൻ കുന്തിയുടെയും പുത്രന്മാരുടെയും മരണവാർത്ത എത്തിച്ചപ്പോഴാണ് അപവാദ കഥ പൊന്തിയത്. കേശവൻ ഉടനെ തന്നെ അതിൽ മനസ്സുവെച്ചു. സത്യഭാമയുടെയും ജാമ്പവതിയുടെയും കല്യാണം കഴിഞ്ഞതോടെ ഹസ്തിനാപുരത്തിലേക്ക് പോകുവാൻ കേശവൻ ഒരുങ്ങി. അക്രൂരനെ ദ്വാരകയുടെ കാര്യങ്ങൾ നോക്കുവാൻ ഏൽപ്പിച്ച് ബലരാമനും മാധവനും ധൃതരാഷ്ട്രരുടെ സമീപത്തേക്ക് യാത്രയായി. പാണ്ഡവരുടെ വേർപാടുണ്ടായിട്ടും അവിടം വരെ എത്തി കാര്യങ്ങൾ ഒന്നറിയുവാൻ കഴിയാതെ പോയത് കൃതജ്ഞതയായി വ്യാഖ്യാനിച്ചാലോ എന്ന് മാധവൻ കരുതി. ഉടനെ പോകുവാൻ ആവാത്തതിൻ്റെ കഥ ചൊല്ലി വിശദവിവരങ്ങൾ അറിഞ്ഞു വരാമെന്നും കേശവൻ ചിന്തിച്ചു. മാധവനും ബലരാമനും ദ്വാരകയിൽ നിന്ന് പോയതോടെ യാദവരിൽ തരുണന്മാരായ ചിലർ ശിരസു പൊന്തിച്ച് തെരുവിലിറങ്ങി. സത്യഭാമയുടെ പരിണയം യാദവരിൽ ഒരാളെ കഠിനമായി വേദനിപ്പിച്ചു. ആശയുടെ പൂത്താലത്തിലേറി എത്ര നാൾ വിശ്രമിച്ചതാണ്. സത്രാജിത്തിൻ്റെ തീരുമാനം എല്ലാം തകർത്തു കളഞ്ഞു. സത്യഭാമയുടെ ഇളം ചുണ്ടും പൂങ്കവിളും വാർമുടിക്കെട്ടും തുടുത്ത നെറ്റിത്തടവും ഓർത്ത് വിരഹാർത്തനായി ശതധന്വാവ് ജാഗരാവസ്ഥയിലായി. വിരഹം വേദനയായി, വേദന അമർഷമായി, അമർഷം പകയായി, പക ക്രൂരമായി. എങ്ങനെയും തന്നെ വഞ്ചിച്ച സത്രാജിത്തിനെ വധിക്കണമെന്ന് ശതധന്വാവ് ഉറച്ചു. ഒരു നാൾ സായാഹ്നത്തിൽ കൃതവർമാവും ശതധന്വാവും തെരുവിൽ വെച്ച് കണ്ടുമുട്ടി. സത്യഭാമയെക്കുറിച്ച് ചിന്തിച്ച് മദനബാണാർത്ഥനായി വസിക്കുകയായിരുന്നു ശതധന്വാവ്. കൃതവർമാവ് ചോദിച്ചു, നീ എന്താണ് ഒരു പ്രാകൃതനെ പോലെ? എന്ത് സംഭവിച്ചു? നിന്റെ ഭാവി വധുവായ സത്യഭാമ നഷ്ടപ്പെട്ടതിലാണോ ദുഃഖിക്കുന്നത്? എങ്കിൽ നീ ആ കഥ മറക്കണം, പൗരുഷശാലിയാകണം. ശതധന്വാവ് അമർഷത്തോടെ ചോദിച്ചു. മന്നിടത്തിലെ മനോഹരാംഗികളെയെല്ലാം കേശവൻ തന്നെ വിവാഹം ചെയ്താലോ? കൃതവർമാവ് പറഞ്ഞു, നീ എന്തിനാണ് മാധവനെ കുറ്റപ്പെടുത്തുന്നത്? കേശവൻ സത്രാജിത്തിൻ്റെ ഭവനത്തിൽ ചെന്ന് കന്യകയെ ചോദിച്ചില്ലല്ലോ. അവിടെ കൊണ്ടുചെന്ന് ഏൽപ്പിച്ചതാണ്.
തീരെ പ്രയാസമില്ലാതെ അടുത്തു കിട്ടിയ സൗന്ദര്യത്തെ ആരായാലും കൈവിടുമോ? മുഴുവൻ തെറ്റുകാരൻ ആ സത്രാജിത്താണ്. വഞ്ചകൻ, പറഞ്ഞു പറ്റിച്ച ഭോഷൻ. അവനെയാണ് വധിക്കേണ്ടത്. അതിനിനിയും സമയം പോയിട്ടില്ല. പെണ്ണല്ലേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ നിനക്ക് വേണ്ടത് ആ രത്നമല്ലേ? അത് മാധവൻ തിരികെ നൽകി. യാദവനെ കൊന്ന് ആ രത്നം സ്വന്തമാക്കുക. നിന്റെ ഏത് കർമ്മത്തിനും ഞാൻ കൂട്ടുണ്ട്. കൃതവർമാവ് ശതധന്വാവിന് ധൈര്യം നൽകി. ശതധന്വാവിൻ്റെ മനസ്സ് സ്യമന്തകം രത്നത്തെക്കുറിച്ചായി. ദിവസം 8 തുലാം സ്വർണമുണ്ടാക്കുന്ന ആ രത്നം കരഗതമാവുകയാണെങ്കിൽ അതിൽ പരം ലാഭം ജീവിതത്തിൽ എന്തുണ്ട്? വൃദ്ധനായ സത്രാജിത്തിന് ഇനി ആ രത്നം കൊണ്ട് ഒന്നും നേടുവാനില്ല. എങ്ങനെയും അത് സ്വന്തമാക്കണം. എതിർത്തായാലും അവനെ വധിച്ചായാലും. ഈ ചിന്തയോടെ അടുത്ത ദിവസം സായാഹ്നത്തിൽ കൃതവർമാവിനോടൊത്ത് ശതധന്വാവ് സത്രാജിത്തിൻ്റെ ഭവനത്തിലെത്തി. കൃതവർമാവ് പറഞ്ഞു, ധൈര്യം കൈവിടരുത്. ഉറച്ചത് ചെയ്യണം. അതാണ് പൗരുഷം. നിന്നെ വഞ്ചിച്ചവനാണ്. വെറുതെ വിടരുത്. ഇത്രയും നല്ല അവസരം ഇനി വരുകയില്ല. പതറാതെ കർമ്മം അനുഷ്ഠിക്കുക. സുഹൃത്തിൻ്റെ വാക്കുകൾ കേട്ട് മനസ്സുറച്ച് ശതധന്വാവ് സത്രാജിത്തിൻ്റെ ഭവനത്തിനകത്ത് കയറി. കൃതവർമാവ് കാര്യം സാധിച്ച കൃതാർത്ഥതയോടെ തിരികെ പോരുകയും ചെയ്തു. നിശ വരെ അവൻ കാത്തിരുന്നു. തമസ് കനത്തു. ഇരുട്ട് കോട്ടയാക്കി ശതധന്വാവ് സത്രാജിത്തിൻ്റെ അറയിലെത്തി. സുഖമായി ഉറങ്ങുന്ന യാദവൻ. കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന സ്യമന്തകം പ്രകാശം ചൊരിയുന്നു. കാലം ഒരു സർപ്പമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഓരോ ജീവിയും അവൻ്റെ വദനത്തിലാണ്. അതറിയാതെ മർത്യൻ ഐശ്വര്യം തേടുന്നു. എത്ര ക്ഷണഭങ്കുരമാണ് ജീവിതം. ശതധന്വാവ് വാൾ വലിച്ചെടുത്തു. ഒറ്റ വെട്ടിന് കഴുത്ത് രണ്ടാവണം. ഒന്ന് ഞരങ്ങുവാൻ പോലും അവസരമുണ്ടാവരുത്. ഈ ചിന്തയോടെ ശക്തി ആവാഹിച്ച് ശതധന്വാവ് വാൾത്തല ആഞ്ഞുവിട്ടു. നേരിയ ചലനത്തിനു പോലും ഇടവരും മുമ്പേ ഗളത്തിൽ നിന്നും ശിരസ് അടർന്നു മാറി. ചോരത്തുള്ളികൾ വാരി വിതറി ഉഷസ്സെത്തി. പ്രഭാതമായി. ദ്വാരക ഉണർന്നു. കിളികൾ ഗാനമാലപിച്ചു പറന്നു. ഇളം കാറ്റിൽ പൂക്കൾ തലയാട്ടി. പക്ഷെ പെട്ടെന്ന് ദ്വാരക നിശബ്ദമായി. മേഘനാഥമേറ്റ സർപ്പം പോലെ ദ്വാരക നിശ്ചലയായി. ഭീകരമായ ഒരു വാർത്ത ദ്വാരകയുടെ മുകളിൽ അമർന്നു. ചുണ്ടുകളിൽ നിന്നും ചുണ്ടുകൾ വാർത്ത ഒപ്പിയെടുത്തു. അത് പകർന്ന് നൽകി. കാറ്റിനൊപ്പം വാർത്ത ദ്വാരകയിൽ ചുറ്റിയടിച്ചു. ചുഴലിയായി കൃഷ്ണൻ്റെ കൊട്ടാരത്തിലെത്തി. സത്രാജിത്ത് മരിച്ചു. ആരോ യാദവനെ വെട്ടിക്കൊന്നു. സ്യമന്തകം മണി കാണുവാനുമില്ല. സത്യഭാമയുടെ പിതാവിന് ഈ ദുര്യോഗം വന്നുവല്ലോ. കഷ്ടം തന്നെ. വാർത്ത കൊട്ടാരത്തിലെത്തി. സംഭവം അറിഞ്ഞ് വെട്ടിയിട്ട വാഴ പോലെ സത്യഭാമ തറയിൽ പതിച്ചു. രുക്മിണിയും ജാമ്പവതിയും സത്യഭാമയെ ശുശ്രൂഷിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ഭാമയ്ക്ക് ബോധമുണ്ടായി. അവൾ ഉണർന്ന് നിലവിളിച്ചു. തൻ്റെ ഭർത്താവ് സ്ഥലത്തില്ലാത്ത തക്കം പാർത്താണ് വധം നടത്തി രത്നം കൊണ്ടുപോയത്. സ്യമന്തകമണി പിതാവിൻ്റെ ജീവനും കളഞ്ഞു. ധനം ജീവൻ്റെ ഘാതകൻ തന്നെ. ശോകാർത്തയായ അവൾ ദേവകിയെയും വസുദേവരെയും കണ്ടു പറഞ്ഞു, മാതാപിതാക്കളെ, എൻ്റെ അച്ഛനെ ആരോ കൊന്നു. അവനെ കണ്ടുപിടിക്കാൻ മാധവൻ ഇവിടെ ഇല്ല താനും. അദ്ദേഹത്തെ ഹസ്തിനാപുരത്ത് പോയി കൊണ്ടുവരുന്നതിന് എന്നെ അനുവദിച്ചാലും. വിവരമറിഞ്ഞ ഉഗ്രസേനൻ കൽപ്പിച്ചു. ഭാമ ഹസ്തിനാപുരിയിൽ പോയി മടങ്ങി വരുന്നതുവരെ അവളുടെ പിതാവിൻ്റെ ശരീരം എണ്ണത്തോണിയിൽ വയ്ക്കുക. ഭാമയോടൊപ്പം വിദഗ്ധരായ മല്ലന്മാരും പടയും സഞ്ചരിക്കുകയും വേണം. വിവിധ ലക്ഷ്യങ്ങളാണ് മാധവൻ്റെ യാത്രയിൽ ഉണ്ടായിരുന്നത്. ഭീഷ്മരെ കാണണം. പാണ്ഡവർ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയണം. ജരാസന്ധൻ്റെ ശക്തി മനസ്സിലാക്കണം. പാഞ്ചാലിയുടെ സ്വയംവരത്തിനുള്ള ഒരുക്കങ്ങൾ എന്തായി എന്നറിയണം. ഭാമ യാത്രയ്ക്കൊരുങ്ങി. മല്ലന്മാരും പടയും തേരുകളിൽ കയറി. രഥങ്ങൾ ഹസ്തിനാപുരത്തിലേക്ക് കുതിച്ചു പാഞ്ഞു. കേശവൻ വഴിയിൽ പല കാര്യത്തിന് തങ്ങിയതുകൊണ്ട് ഹസ്തിനാപുരത്തിലെത്തുവാൻ വൈകി. മാർഗത്തിൽ വെച്ചു തന്നെ സത്യഭാമയുടെ രഥം മാധവൻ്റെ തേരിനെ കടന്നു നിന്നു.
ആലോലം വാർന്നു വീഴുന്ന കണ്ണുനീരോടെ ആവിലഗാത്രിയായി സത്യഭാമ ഭർത്താവിൻ്റെ സമീപത്തേക്ക് ഓടി വന്നു. അപ്രതീക്ഷിതമായ സമാഗമം. പരിസരം പോലും മറന്നു വരുന്ന സത്യഭാമയുടെ സമീപത്തേക്ക് വേഗത്തിൽ കേശവനും എത്തി. ഭാമേ, എന്താണിത്? ഞാൻ കാണുന്നതിൻ്റെയൊക്കെ അർത്ഥമെന്ത്? നാഥാ, എൻ്റെ അച്ഛൻ. ഇത്രയുമായപ്പോൾ സത്യഭാമ ഗദ്ഗദഗണ്ഡയായി തളർന്നു പതിച്ചു. സത്യഭാമയെ മാധവൻ താങ്ങി. എല്ലാം അറിയുന്നവനായ കേശവൻ കൃത്രിമമായി ഉദ്വേഗം വരുത്തി ഭടന്മാരോട് ചോദിച്ചു, എന്താണ് കാര്യം? വേഗം പറയൂ. ഒരു ഭടൻ പറഞ്ഞു, പ്രഭോ, തമ്പുരാട്ടിയുടെ പിതാവിനെ ആരോ വധിച്ചു, സ്യമന്തകവും മോഷ്ടിച്ചു. എന്താണ് നാം കേൾക്കുന്നത്? സത്രാജിത്തിനെ വധിച്ചെന്നോ? ദ്വാരക ദുഷ്ടപരീക്ഷകളുടെ കേളീരംഗമായെന്നോ? തൃക്കണ്ണുകൾ ജ്വലിച്ചു, അഗ്നിപ്പൊരികൾ ചിതറി. ഭാമയെ സമാധാനിപ്പിച്ചുകൊണ്ട് മാധവൻ തേരുതിരിച്ചു. കേശവൻ വരുന്ന വാർത്ത ദ്വാരകയിൽ പറന്നെത്തി. എല്ലാവരും മാധവൻ്റെ ആഗമനം കാത്തു. ആരായാലും കണ്ടുപിടിക്കും, അവന് വധശിക്ഷയും ലഭിക്കും. ജനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ശതധന്വാവും വാർത്തയറിഞ്ഞു. ഒറ്റ ധൈര്യത്തിനും കൃതവർമാവിൻ്റെ പ്രേരണയ്ക്കുമനുസരിച്ചാണ് അന്നത് ചെയ്തത്. ഭയം ഇപ്പോൾ വേട്ടയാടി കൃതവർമാവിനെ കൊല്ലുകയാണ്. ഇന്ദ്രനീല വർണ്ണനായ കേശവൻ കരാളരൂപിയായി തൻ്റെ ശിരസ് കൊയ്തെടുക്കുന്ന ദൃശ്യം കൺമുമ്പിൽ വിട്ടുമാറാതെ നിൽക്കുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ശതധന്വാവ് തല കുമ്പിട്ടിരുന്നു. പെണ്ണും പൊന്നും വരുത്തി വയ്ക്കുന്ന വിന. കേശവൻ വന്നാൽ തന്നെ കണ്ടുപിടിക്കും. മരണം നിശ്ചയം തന്നെ. ഒരു ഭ്രാന്തനെപ്പോലെ ശതധന്വാവ് കൃതവർമാവിൻ്റെ സമീപമെത്തി. പുഞ്ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നിന്നെ ഞാൻ എങ്ങനെ രക്ഷിക്കും? കേശവൻ വന്നാൽ നമ്മെ രണ്ടുപേരെയും വധിക്കും. മാധവന് എല്ലാം അറിയാം. ദ്വാരക കടന്ന് ജരാസന്ധൻ്റെ സമീപം ചെന്നുകൊള്ളുക. അഭയം ലഭിക്കും. മാധവൻ വരുകയുമില്ല. ശതധന്വാവ് അവിടെ നിന്നും ഓടി വരുന്ന വഴിയിൽ അക്രൂരനെ കണ്ടു പറഞ്ഞു, അക്രൂര, എന്നെ രക്ഷിക്കണം. സത്രാജിത്തിനോട് ഈ ക്രൂരത കാണിച്ചത് ഞാനാണ്. അങ്ങ് വിചാരിച്ചാൽ എന്നെ രക്ഷിക്കാം. മാധവൻ എന്നെ കൊല്ലും മുമ്പേ അങ്ങ് കരുണ കാണിക്കണം. ഞെട്ടി വിറച്ചുപോയി അക്രൂരൻ. ശതധന്വാവിനെ താൻ എങ്ങനെ രക്ഷിക്കും? ഭക്തനാണ് താൻ. പക്ഷേ ശതധന്വാവ് പാപിയാണ്. അവനെ രക്ഷിച്ച് പാപിയായി ഞാൻ മാറണമോ? വേണ്ട. ഇങ്ങനെ ചിന്തിച്ചിട്ട് അക്രൂരൻ പറഞ്ഞു, ഞാൻ കേശവനോട് എതിർക്കാനോ? എന്താണ് നീ പറയുന്നത്? എത്രയും വേഗം എവിടെങ്കിലും പോയി രക്ഷപ്പെട്ടുകൊള്ളുക. ശതധന്വാവ് തളർന്നു. അവൻ പറഞ്ഞു, ഓഹോ, യാദവരായ നിങ്ങൾ എല്ലാം എന്നെ കൈവിടുകയാണല്ലേ? ഈ രത്നമാണ് എല്ലാത്തിനും കാരണം. അക്രൂര, താൻ തന്നെ സൂക്ഷിച്ചോ. പൊന്നിരിക്കുന്നിടത്ത് മരണം ഓടിയെത്തും. ഇങ്ങനെ പറഞ്ഞ സ്യമന്തകം ശതധന്വാവ് അക്രൂരൻ്റെ ഭവനാങ്കണത്തിലേക്ക് വലിച്ചെറിഞ്ഞു. എങ്ങോട്ടൊന്നില്ലാതെ അവൻ ഓടിപ്പോയി. അനാഥമായി ആ സൂര്യരത്നം അക്രൂരൻ്റെ ഭവനത്തിനു മുന്നിൽ കിടന്ന് ചിരിച്ചു. ഭൂമി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിശിഷ്ടമായ ധനം അനാഥമായി കറുപ്പ് കലർന്നു കിടക്കുന്നു. അക്രൂരൻ ആ രത്നം നോക്കി നിന്നു. ശതധന്വാവ് തെരുവിൽ മറഞ്ഞു കഴിഞ്ഞു. രത്നം അവിടെ ആ രൂപത്തിൽ കളയുവാൻ ആവുകയില്ലല്ലോ. അതിൻ്റെ പിന്നിൽ ക്രൂരമായ ഒരു വധം അരങ്ങേറിയിരിക്കുകയാണ്. അക്രൂരൻ ആ രത്നമെടുത്ത് അറയ്ക്കകത്ത് വെച്ചു. കേശവൻ ദ്വാരകയിൽ തിരിച്ചെത്തി. സത്രാജിത്തിൻ്റെ ശവസംസ്കാരം ഉചിതമായി നടത്തി. യാദവനെ സ്യമന്തകരത്നത്തിനു വേണ്ടിയാണ് വധിച്ചതെന്നും അത് ചെയ്തത് ശതധന്വാവാണെന്നും മാധവൻ മനസ്സിലാക്കി. ബലരാമനും കേശവനും സൈന്യങ്ങളും ദ്വാരകയിൽ അവനെ തിരഞ്ഞു. 2-ാം ദിവസം തെരുവിൻ്റെ ഒരു ഭാഗത്ത് വെച്ച് ശതധന്വാവിനെ കേശവൻ കണ്ടു. മനോഹരമായ ഒരു കുതിരപ്പുറത്ത് വളരെ വേഗത്തിൽ പോവുകയായിരുന്നു ശതധന്വാവ്. കേശവനും ബലരാമനും ശതധന്വാവിനെ പിന്തുടർന്നു. അവർ മിഥിലാപുരിയുടെ പ്രാന്തത്തിലെത്തിയപ്പോൾ ശതധന്വാവിൻ്റെ തുരങ്കം യാത്രാക്ഷീണം കൊണ്ടും നുരയും പതയും ചാടി പിടഞ്ഞു വീണു. തെറിച്ചു വീണ ശതധന്വാവ് പിടഞ്ഞെഴുന്നേറ്റ് ഓട്ടം തുടങ്ങി.
കേശവനും രഥത്തിൽ നിന്നും ചാടി ഇറങ്ങി അതിവേഗം ശതധന്വാവിൻ്റെ പിന്നാലെ പാഞ്ഞു. ഉത്തരമിഥിലയുടെ ഒരു ഭാഗത്തെത്തിയപ്പോൾ കാലുകുഴഞ്ഞ് ശതധന്വാവ് വീണു. അവൻ്റെ മുന്നിൽ മരണം അട്ടഹസിച്ചു നിന്നു. കേശവൻ അടുത്തെത്തി. ശതധന്വാവിൻ്റെ ബോധം ക്രമേണ മറഞ്ഞു. മരണം അവൻ്റെ ഹൃദയത്തെ നടുക്കി കളഞ്ഞു. കേശവൻ നിഷ്കരുണം അവൻ്റെ തല വെട്ടിമാറ്റി. ഒരു ഞരക്കം പോലും പുറത്തു കേൾപ്പിക്കാതെ അവൻ മരിച്ചു. മാധവൻ അവൻ്റെ കഞ്ചുകവും വസ്ത്രങ്ങളും പരിശോധിച്ചു. സ്യമന്തകമണി ഇല്ല. അപ്പോഴേക്കും ബലഭദ്രനും അവിടെ എത്തിക്കഴിഞ്ഞു. കേശവൻ വിവരം സംഘർഷനെ അറിയിച്ചു. ബലഭദ്രൻ പറഞ്ഞു, കഷ്ടമായി പോയി. ഒരു വേള ഇവൻ നിരപരാധിയായിരിക്കും. സത്യമറിയാതെയാണ് നാം വധിച്ചതെങ്കിൽ പാപമാണ്. സത്രാജിത്തിനെ വധിക്കുവാൻ നിന്റെ അറിവോടുകൂടി അക്രൂരൻ നിന്നതായി ഒരു വാർത്തയും പരന്നിട്ടുണ്ട്. എന്തായാലും ഈ മണി വരുത്തിവെച്ച വിന അതികഠിനം തന്നെ. രാമൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കേശവൻ പറഞ്ഞു, ജ്യേഷ്ഠാ, അങ്ങയുടെ വിശ്വസ്ത സുഹൃത്തായ കൃതവർമാവാണ് ഇതിന് കാരണക്കാരൻ. ഏത് കഠിന വൃത്തിയും ആചരിക്കുന്നതിൽ ഒട്ടും അലംഭാവം അവനില്ല. അവൻ്റെ പ്രേരണ തന്നെയാണ് സത്രാജിത്തിൻ്റെ വധത്തിന് പിന്നിൽ. അക്രൂരൻ ഇതിൽ എങ്ങനെ ഭാഗമായി എന്നെനിക്കറിയില്ല. ഏതായാലും രത്നം കൃതവർമാവിൻ്റെയോ അക്രൂരൻ്റെയോ പക്കൽ കാണും. പക്ഷേ അവരുടെ കയ്യിലാണെങ്കിൽ അതിന് തെളിവുമില്ല. ബലരാമൻ ദേഷ്യപ്പെട്ടു പറഞ്ഞു, നീ ദ്വാരകയിൽ ചെന്ന് ആ രത്നം ആരുടെ പക്കലാണെന്ന് കണ്ടുപിടിക്കൂ. അതിന് ഞാൻ വേണമെന്നില്ല. വിദേഹ മഹീപതി എന്നെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുകയാണ്. ഇവിടെ വരെ എത്തിയ സ്ഥിതിക്ക് ഞാൻ മിഥിലാപതിയെ കണ്ടിട്ട് വരാം. ബലരാമൻ മിഥിലയിലേക്കും കേശവൻ ദ്വാരകയിലേക്കും തിരിച്ചു. ദ്വാരകയിലെത്തിയ മാധവൻ സഭ വിളിച്ചുകൂട്ടി ഒരു കാര്യം അറിയിച്ചു. മാധവൻ ഇങ്ങനെ പറഞ്ഞു, സഭാവാസികളെ, ശതധന്വാവാണ് സത്രാജിത്തിനെ വധിച്ചത്. ആ കാര്യം വ്യക്തമാണ്. അതിനുള്ള ശിക്ഷയും അവന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ സത്രാജിത്തിൻ്റെ ഭവനത്തിൽ നിന്നും കളവുപോയ സ്യമന്തകമണി അവൻ്റെ കരത്തിൽ ഉണ്ടായിരുന്നില്ല. അതിൽ നിന്നും ഒന്നിൽ കൂടുതൽ ആളുകൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അനുമാനിക്കാം. അവർ ആരായാലും ശിക്ഷ അനുഭവിക്കാതെ രക്ഷപ്പെടുകയില്ല. സ്യമന്തകം ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. രാജ്യകാര്യങ്ങൾ ചർച്ച ചെയ്ത് സഭ പിരിഞ്ഞു. കൃതവർമാവും അക്രൂരനും ഇടിയേറ്റ മരങ്ങൾ പോലെ കരിഞ്ഞു. കേശവൻ കണ്ടുപിടിച്ചാൽ ശതധന്വാവിൻ്റെ മാർഗം അവർക്കും പിന്തുടരാം. ആ രാത്രിയിൽ രണ്ടുപേരും ഉറങ്ങിയില്ല. എങ്ങനെ ഉറങ്ങും? കണ്ണടച്ചാൽ കായാമ്പൂവർണ്ണൻ കരവാളേന്തി നിൽക്കുന്നതാണ് കാണുന്നത്. പിറ്റേ ദിവസം സായാഹ്നത്തിൽ തന്നെ കൃതവർമാവും അക്രൂരനും ദ്വാരക വിട്ടു. അവർ ഗംഗയുടെ തീരത്ത് ആശ്രമം കെട്ടി വസിച്ചു. അത് ജരാസന്ധൻ്റെ ഭരണപ്രദേശമായിരുന്നു. അക്രൂരനും കൃതവർമാവും ദ്വാരകയിലില്ലെന്ന് ജനങ്ങൾ മനസ്സിലാക്കി. കേശവൻ്റെ നിയോഗമനുസരിച്ചാണ് അവർ പോയതെന്നേ സാധാരണക്കാർ കരുതിയുള്ളൂ. മറിച്ചാക്കുവാൻ മാധവൻ ഉദ്ദേശിച്ചതുമില്ല. ദിവസങ്ങൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിച്ചിരിക്കുന്നു. അടുത്ത ദിവസം അടുത്ത ഭാഗവുമായി വരാം. അടുത്ത ഭാഗം പാണ്ഡവ വിശേഷങ്ങൾ എന്ന ഭാഗമാണ്. കൃഷ്ണായനം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുകൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ, ഓഡിയോ കൃഷ്ണകുമാരി. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.